നമുക്ക് സെർച്ച് ഇൻസേർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്യാം. Given a sorted array of distinct integers and a target value, return index if target is found. If not, return index where it would be if it were inserted in order. Input 1, 3, 5, 6. Target equal to 2. 2 ഈ അറയിൽ ഉണ്ടോ എന്ന് നോക്കുക. 2 ഉണ്ടെങ്കിൽ 2ന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. 2 ഇല്ലെങ്കിൽ 2 ഏത് പൊസിഷനിലായിരിക്കും ഇൻസേർട്ട് ആവുക? ഈ ഫസ്റ്റ് ഇൻഡെക്സ് ഇരിക്കുന്ന ഈ സ്ഥലത്തായിരിക്കില്ലേ? അതുകൊണ്ട് ഔട്ട്പുട്ടിൽ 1 എന്ന് വന്നു. ഇൻപുട്ട് 1, 3, 5, 6. ടാർഗറ്റ് ഈക്വൽ ടു 7. 7 ഈ അറയിൽ ഉണ്ടോ എന്ന് നോക്കുക. 7 ഈ അറയിൽ ഇല്ല. അപ്പൊ 7 എവിടെയായിരിക്കും ഇൻസേർട്ടഡ് ആവുക? ലെങ്ത് ഓഫ് അറയിലായിരിക്കില്ലേ? 0, 1, 2, 3 ഫോർത്ത് ഇൻഡെക്സിലായിരിക്കില്ലേ ഈ 7 നമ്മൾ ഇൻസേർട്ട് ചെയ്യുക? അതുകൊണ്ട് ഔട്ട്പുട്ട് 4 എന്ന് വന്നു. ഇനി ഞാൻ ഈ ക്വസ്റ്റിനെ വേറൊരു രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പോവാണ്. ഫൈൻഡ്സ് സ്മോളസ്റ്റ് എലമെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്സ് ഇൻഡെക്സ്. നമ്മൾ ഒരു സ്മോളസ്റ്റ് എലമെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ് ഈ അറയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടിയാൽ അതിന്റെ ഇൻഡെക്സ് നമ്മൾ റിട്ടേൺ ചെയ്യും. അങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലെങ്ത് ഓഫ് അറേ റിട്ടേൺ ചെയ്യും. നമുക്ക് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. പ്രോപ്പർട്ടി എഫ് മിഡ് ഈക്വൽ ടു അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ്. അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ് വരുന്ന ഫസ്റ്റ് എലമെന്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടാർഗറ്റ് ഈക്വൽ ടു 3 ആണെങ്കിൽ 1, 3, 5, 6 എന്ന് പറഞ്ഞ ഈ അറയിൽ നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫാൾസ് ട്രൂ 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 കിട്ടി. 1, 3, 5, 6 എന്ന് പറഞ്ഞ ഈ അറയിൽ ടാർഗറ്റ് ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് ഫാൾസ് 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 എന്ന് പറഞ്ഞ ഈ സീരീസ് കിട്ടി. ടാർഗറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രൂ 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 എന്ന് പറഞ്ഞ ഈ സീരീസ് കിട്ടി. ഈ ഫസ്റ്റിന്റെ ആൻസർ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ടാർഗറ്റ് ഈക്വൽ ടു 7 ആകുമ്പോൾ ആൻസർ 4 ആണ്. അന്നേരം ഈ ഫാൾസ് കഴിഞ്ഞിട്ടുള്ള എലമെന്റിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് അറേ ആണ് ഈ ഒരു കേസിൽ റിട്ടേൺ ചെയ്യേണ്ടത്. ഈ ഒരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. ഇവിടെയും ഫസ്റ്റ് ട്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി റിട്ടേൺ ഫസ്റ്റ് ട്രൂവിന്റെ കേസ് ആണെന്ന്. റിട്ടേൺ ഫസ്റ്റ് ട്രൂവില് ഏതൊക്കെ കേസസ് ഈ പ്രോബ്ലത്തിൽ പോസിബിൾ ആണ്? ഈ 3 കേസസും ഈ പ്രോബ്ലത്തിൽ പോസിബിൾ ആണ്. നമ്മൾ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫസ്റ്റ് കേസിൽ എല്ലാം ഈ ഫസ്റ്റ് ട്രൂവിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. ഈ സെക്കൻഡ് കേസിൽ ഈ ഫാൾസിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. തേർഡ് കേസിൽ എല്ലാം ഈ ഫസ്റ്റ് ട്രൂവിലോട്ട് തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഓൺ എൽ ട്രൂ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എൽ റിട്ടേൺ ചെയ്യണം. ഈ ഒരു കേസും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എല്ലാണ്. അവിടെ നമ്മൾ ഫംഗ്ഷൻ എല്ലാണോ എന്ന് നോക്കണം. ഈ ഒരു സെക്കൻഡ് കേസ് ഞാൻ പറഞ്ഞായിരുന്നു റിട്ടേൺ സംതിങ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് അറേ ആണ്. 2 പോസിബിൾ ആൻസേഴ്സ് ആണ് ഇവിടെ പോസിബിൾ ആവുന്നത്. ഒന്ന് ലെങ്ത് ഓഫ് അറേയും പിന്നെ എല്ലും. ഇതിന്റെ കോഡ് നോക്കാം. def search insert position array target l equal to 0 r equal to length of array minus 1 while l less than r mid equal to l plus r divided by 2 if array of mid greater than or equal to target. ഇതായിരുന്നു നമ്മുടെ മോണോട്ടോൺ ഫംഗ്ഷൻ. r equal to mid else l equal to mid plus 1. റിട്ടേൺ ചെയ്യുമ്പോൾ എപ്പോഴാണ് l റിട്ടേൺ ചെയ്യണ്ടേ? നമ്മുടെ ഫംഗ്ഷൻ ഓൺ l ട്രൂ ആകുമ്പോൾ. if array of l greater than or equal to target else ലെങ്ത് ഓഫ് അറേ. ലെങ്ത് ഓഫ് അറേ എപ്പോഴായിരുന്നു റിട്ടേൺ ചെയ്യാം? ഫുള്ള് ഫാൾസ് വരുന്ന ആ കേസിൽ. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് log n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. ഇതിൽ r ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി l റിട്ടേൺ ചെയ്യാൻ പറ്റും. താങ്ക് യു എവരി വൺ. ആൽഗോസെയിലിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക.